സ്വാമി രാമതീർത്ഥിൻ്റെ 150-ാം ജന്മവാർഷികം കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിൽ നടന്നു. അവിടെ കുമ്മനം രാജശേഖരനാണ് ഈ 150-ാം ജന്മവാർഷികം സ്വാമി രാമതീർത്ഥൻ്റെ 150-ാം ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് വട്ടപ്പാറയിൽ കേന്ദ്രീകരിച്ചുള്ള രാമതീർത്ഥ വിജ്ഞാൻ ട്രസ്റ്റാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. 150-ാം ജന്മവാർഷികം സംഘടിപ്പിച്ചത്. ഭാരതത്തിലെ പ്രശസ്തനായ തത്വജ്ഞാനിയും ഹിന്ദു സന്യാസിയുമായിരുന്നു സ്വാമി രാമതീർത്ഥ. ഈ സമ്മേളനത്തിൽ അദ്ദേഹം സന്ദീപ് വാചസ്പതി ഈ സമ്മേളനത്തിൽ സംസാരിച്ചു. ആ സന്ദീപ് വാചസ്പതി പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ദേവതാ സങ്കല്പത്തില് രാഷ്ട്രദേവത എന്ന് പറയുമ്പോൾ മറ്റ് ദേവതകളിൽ നിന്നും വ്യത്യസ്തമായ സങ്കല്പമായിരുന്നില്ല രാഷ്ട്രദേവതയുടെ സങ്കല്പവും. എങ്ങനെയാണോ അഗ്നിയെ, വരുണനെ, വായുവിനെ, ഭൂമിയെ ഒക്കെ ആരാധിച്ചിരുന്നത്, അതേപോലെ തന്നെയാണ് ഇത് രാഷ്ട്രദേവത എന്ന് പറയുന്ന ഒരു സങ്കല്പവും ഉണ്ട്. അപ്പൊ നമ്മളുടെ ഈശ്വരീയ സങ്കല്പം തന്നെ രാഷ്ട്രസങ്കല്പമാണ്. അതെനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ മറ്റേതെങ്കിലും ഒരു ജനതയ്ക്ക് സ്വന്തം രാഷ്ട്രത്തെ ദേവതയ്ക്ക് തുല്യമായി കാണുന്ന ഒരു ജനത വേറെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭാരതത്തിൽ മാത്രമാണ്, അല്ലെ ഭാരതീയർ മാത്രമാണ്. നമ്മളുടെ ഈ ഭൂവിഭാഗത്തിന്റെ പ്രത്യേകതയായിരിക്കുക. നമുക്കറിയാം, നമുക്ക് നിരവധി പ്രത്യേകതകളുള്ള ഒരു ജനതയാണ്. മുമ്പ് ഇവിടെ പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ രാഷ്ട്രത്തിനും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ട്, അല്ലെ, എല്ലാ രാഷ്ട്രത്തിനും ഈ ഒരു മിഷൻ അക്കംപ്ലിഷ് ചെയ്യാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വിഷൻ ഉണ്ടാകണം, ഒരു മിഷനും ഉണ്ടാകണം. അപ്പൊ ഭാരതത്തിന് എന്താണ് ലോകത്തിന് മുൻപിൽ കൊടുക്കാനുള്ള മിഷൻ? അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു ആനി ബെസന്റ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ രാഷ്ട്രത്തിനും ഈശ്വരൻ ഓരോ വാക്കുകൾ കൊടുത്തു എന്നാണ് ആനി ബെസന്റിന്റെ ഒരു പ്രസ്താവന. അപ്പൊ അവർ പറയുന്നുണ്ട്, ഗ്രീക്കുകാർക്ക് കൊടുത്ത വാക്ക് ബ്യൂട്ടി ആയിരുന്നു. നമ്മൾ ഇന്നും സൗന്ദര്യത്തെ പറ്റി പറയുമ്പം യവന സുന്ദരിമാരെ പറ്റിയാണല്ലേ, യവന ദേശത്തിന്റെ സൗന്ദര്യത്തെ പറ്റി പറയാറുണ്ട്. അപ്പൊ ബ്യൂട്ടി എന്ന വാക്കാണ് ഗ്രീക്കുകാർക്ക് കൊടുത്തത്. ഫ്രാൻസുകാർക്ക് കൊടുത്തത് പൊളിറ്റിക്സ് ആണ്. ലോ കൊടുത്ത രാഷ്ട്രങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഭാരതത്തിന് എന്താണ് ഈശ്വരൻ നൽകിയ വാക്ക്? അത് ആനി ബെസന്റ് തന്നെ അതിനെ വിശദീകരിക്കുന്നത്. അതിനൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇല്ലാത്ത വാക്കാണ്. ഇന്നേ വരെ ഇംഗ്ലീഷിലേക്ക് അതിനെ മൊഴിമാറ്റം ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല. ആ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്ക് തന്നെയാണ് ധർമ്മ. അല്ലെ, ധർമ്മമാണ് ഭാരതത്തിന് ലോകത്തിന് മുൻപിലേക്ക് വെക്കാനുള്ള സന്ദേശം. അല്ലെ, നമ്മൾ ലോകത്തിന് മുൻപിലേക്ക് വെക്കുന്ന വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഭാരതം എന്തിനെ പ്രദാനം ചെയ്യുന്നു, എന്താണ് ഭാരതത്തെ നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, അത് ധർമ്മമാണ്. ഭാരതം മാത്രമാണ് ധർമ്മം എന്ന സങ്കല്പം ലോകത്തിന് മുൻപാകെ അവതരിപ്പിച്ചത്. അപ്പൊ ഈ നമ്മുടെ ധർമ്മസങ്കല്പം എന്താകണം? ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ശരിക്കും രാമതീർത്ഥൻ്റെതായ വാചകങ്ങളിൽ നിന്ന് നമുക്ക് പല അറിവുകളും കിട്ടും. അപ്പൊ എനിക്ക് അതിൽ എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിന്റെ രാഷ്ട്രസങ്കല്പം, ഈ ജനത എങ്ങനെ പെരുമാറണം എന്നതിനെ പറ്റി രാമതീർത്ഥൻ അവതരിപ്പിക്കുന്ന ഭാഗം എനിക്ക് തോന്നുന്നു ഈ 21-ാം നൂറ്റാണ്ടിൽ നാം ഇന്ന് കടന്നു പോകുന്ന വെല്ലുവിളികളെ, ദുർഘടമായ സാഹചര്യങ്ങളെ കണക്കിലെടുത്താണോ രാമതീർത്ഥൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നുപോലും സംശയിക്കത്തക്ക രീതിയിലുള്ള ഏറ്റവും പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ ഉപദേശങ്ങൾ, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വ്യക്തിപരമായ ധർമ്മം. ഒരു വ്യക്തിധർമ്മം എന്നുള്ളത് എന്താണ് പറയുന്നത്? വ്യക്തിപരമോ പ്രാദേശികമായ ധർമ്മത്തിന് ഒരിക്കലും ദേശീയ ധർമ്മത്തെക്കാൾ പ്രാധാന്യം നൽകിക്കൂടാ എന്നാണ് രാമതീർത്ഥൻ പറയുന്നത്. നോക്കൂ, എത്ര പ്രസക്തമാണത്. ആധുനിക കാലഘട്ടത്തിൽ നിങ്ങൾ എടുത്തു നോക്കൂ, എങ്ങനെയാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിലായാലും ഛിദ്രശക്തികളുടേതായ അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കൊക്കെ കാരണമാകുന്ന മുൻപ് പറഞ്ഞ പ്രാദേശികവാദങ്ങളോ അല്ലെ വൈയക്തികമായ ചില ഇഷ്ടാനിഷ്ടങ്ങളോ, അധികാരം, വ്യക്തിപരമായ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും രാഷ്ട്രവിരുദ്ധ ചിന്തകൾ പോലും ഉണ്ടാകുന്നത്. അപ്പോൾ രാമൻ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങളുടെ പ്രാദേശികമോ വ്യക്തിപരമായ ചിന്തകൾ അല്ലെങ്കിൽ ധർമ്മം നിങ്ങളുടെ രാഷ്ട്രധർമ്മത്തിന് മുകളിലാകാൻ പാടില്ല ഒരു കാലത്തും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകം കൂടിയുണ്ട്. ഈ ഭാരതത്തെ പറ്റി, ഭാരതത്തിന്റെ അടിമത്ത കാലഘട്ടത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, സാധാരണഗതിയിൽ പറയാറുണ്ട്, നല്ലവണ്ണം ഉറങ്ങുന്നവരാണ് ഏറ്റവും മികച്ച ഉണർവിലേക്ക് വരുന്നത്, അല്ലെ, നന്നായി ഉറങ്ങിയാൽ നന്നായി ഉണരാം എന്നാണല്ലോ പറയുക. അതുകൊണ്ട് ഭാരതം ദീർഘമായ ഉറക്കത്തിലായിരുന്നു. അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമ്മുടെ 1000 ആണ്ട് കാലത്തെ അടിമത്തത്തെ പറ്റി തന്നെയാണ്.
ആയിരക്കണക്കിന് വർഷത്തെ നമ്മുടെ ഒരു അടിമത്തം ഉണ്ടായിരുന്നല്ലോ ഭാരതത്തിന്റെ. BC-യിൽ 1-ാം നൂറ്റാണ്ടിലോടുകൂടി അലക്സാണ്ടറിന്റെ വരവോടുകൂടി ആരംഭിച്ച ഒരു വൈദേശിക അക്രമം പരമ്പരകള് ഇത് കുറെ കാലം ഇല്ലാതെയിരുന്നു. ഏകദേശം 12,000-ഓളം വർഷങ്ങള് 8,000-ഓളം വർഷങ്ങൾ ഭാരതം സ്വതന്ത്രമായി ചരിച്ചിരുന്നു. പിന്നീട് വീണ്ടും ഭാരതം അടിമത്തത്തിലേക്ക് പോയി 1000 വർഷം. നമ്മളുടെ ഏറ്റവും ആധുനിക ചരിത്രത്തിൽ 1000 വർഷത്തോളം നമ്മൾ വൈദേശിക ഭരണത്തിന് കീഴിലായിരുന്നു. അതേപറ്റി രാമൻ പറയുന്നത് ഭാരതം സുദീർഘമായ ഉറക്കം വിട്ട് എഴുന്നേൽക്കുകയാണ്. ഇത്രയും ദീർഘമായി ഉറങ്ങിയത് കൊണ്ട് തന്നെ അവളുടെ ഉണർവ് വലിയ കരുത്തിലേക്കായിരിക്കുമെന്ന അദ്ദേഹത്തിന്റെ ദീർഘദർശിത്വം നമ്മൾ ആധുനിക കാലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭാരതം എങ്ങനെയാണ് അടിമത്തത്തിന്റെ എല്ലാ ചിഹ്നങ്ങളെയും കുടഞ്ഞു കളഞ്ഞത്. കേവലം ഒരു രാജനൈതികമായ അടിമത്തം ഇല്ലാതാക്കൽ മാത്രമല്ല ഒരു രാഷ്ട്രത്തിന് ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞ നിരവധി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഭാരതം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങളുടെയും പരമമായ കർത്തവ്യം എങ്ങനെയും സ്വാതന്ത്ര്യം നേടുക, ഒരു പൊളിറ്റിക്കൽ ലിബറേഷൻ എന്നതിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഉണ്ടല്ലോ, സ്വത്വം, ആ തനതായ നമ്മളുടെ അസ്മിതയെ വീണ്ടെടുക്കാൻ, ഈ ഭാരതത്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ സ്വതന്ത്രം എന്ന വാക്കിന്റെ പരമമായ അർത്ഥം ആരും അതിനെ ഉന്നം വെച്ചിരുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടതുപോലെ നമുക്കറിയാം ഒരു സേഫ്റ്റി വാൽവ് എന്ന് പിൽക്കാലത്ത് അതിന്റെ ഉപജ്ഞാതാക്കൾ തന്നെ അവകാശപ്പെട്ടതായിരുന്നു. എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം ഇന്ത്യയുടെ രാജനൈതിക രംഗത്തുണ്ടായത്? ഭാരതത്തിൽ വളർന്നു വരുന്ന ദേശീയ അവബോധത്തെ, സ്വാതന്ത്ര്യ വാഞ്ഛയെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? ആ ഒരു ചിന്തയിൽ നിന്നാണ് അലൻ ഒക്ടോവിയോ ഹ്യൂം എന്ന് പറയുന്ന വൈദേശികനായ ഒരു ബ്രിട്ടീഷ് ഗവർണർ, അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞ ആശയമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. കാര്യം ഭാരതത്തിൽ വളർന്നു വരുന്ന അസ്വസ്ഥതകളെ വഴിതിരിച്ചുവിടാൻ, അത് എല്ലാം കൂടി മർദ്ദമായി രൂപപ്പെട്ട് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ. നമുക്കറിയാം ഒരു പ്രഷർ കുക്കറിൽ എങ്ങനെയാണോ സേഫ്റ്റി വാൽവ് ഉണ്ടാകുന്നത്, അതുപോലെ സമ്മർദ്ദത്തെ, ഭാരതത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രാദേശികമായ വികാരങ്ങളുണ്ടല്ലോ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ, അത് മുഴുവൻ ഒരു ദിവസം ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ട സേഫ്റ്റി വാൽവായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണം എന്ന ചിന്തയിൽ നിന്നാണ് ആ പ്രസ്ഥാനം ഉണ്ടായത്. പിന്നീട് അതിനെ ചുവടുപിടിച്ച് നിരവധി പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസിനകത്തു തന്നെ മിതവാദികളും തീവ്രവാദികളുമായ നിരവധി ധാരകൾ ഉണ്ടാകുന്നു. പക്ഷെ ഇങ്ങനെ ഉണ്ടായ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം എങ്ങനെയും സ്വാതന്ത്ര്യം നേടുക, ബ്രിട്ടീഷുകാരെ ഓടിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകൾ കടന്നു പോകുന്നില്ല. അപ്പോ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അധികാര കൈമാറ്റം മാത്രമാണ് എന്ന വികലമായ ചിന്ത ഭാരതത്തിലെ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായി. ഒരുപക്ഷെ പിൽക്കാലത്ത് വളരെ വികലമായ രീതിയിലാണെങ്കിൽ പോലും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയ ഒരു സംഭവം നമുക്കറിയാം. ബ്രിട്ടീഷ് ബൂർഷയിൽ നിന്നും ഇന്ത്യൻ ബൂർഷയിലേക്കുള്ള അധികാര കൈമാറ്റമാണ് സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിച്ചത് പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകളാണ്. അത് അവരുടെ ശരിയായ വിലയിരുത്തലായിരുന്നില്ല എങ്കിൽ പോലും. പക്ഷെ കേവലമായ അധികാര കൈമാറ്റമാണ് സ്വാതന്ത്ര്യം എന്ന് തെറ്റിദ്ധരിച്ച ഒരു ദേശീയ നേതൃത്വം നമുക്കുണ്ടായിരുന്നു. അവിടെയാണ് സ്വാമി രാമതീർത്ഥനെ പോലെയുള്ളവരുടെ വാക്കുകളുടെ പ്രസക്തി. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഗൗരവതരമായി എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് ഭാരതത്തിന് ഇത്രയേറെ അവമതിപ്പുകളും തിരിച്ചടികളും പോരായ്മകളും ഒക്കെ ഉണ്ടായത്. അപ്പൊ അധികാര കൈമാറ്റമല്ല സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷണം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യമായിരുന്നു. അധികാരം കൈമാറി കിട്ടിയത് കൊണ്ട് സ്വാതന്ത്ര്യമായില്ല. സ്വത്വത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ രാഷ്ട്രത്തിന് രാഷ്ട്രത്തിൻ്റെതായ ഒരു ആത്മാവുണ്ട്. എല്ലാ പേഴ്സണാലിറ്റി ഉള്ളതുപോലെ ഒരു നേഷന് നേഷണാലിറ്റി ഉണ്ട്. എന്താണ് ഭാരതത്തിന്റെ നേഷണാലിറ്റി? ഭാരതത്തിന്റെ വ്യക്തിത്വം എന്താണ്? രാഷ്ട്രത്വം എന്താണ്? അത്വം എന്ന് പറയുന്ന നമ്മൾ പറയത്തില്ലേ, അതിന് നാഷണാലിറ്റി എന്ന് തന്നെ പറയാം. എന്താണ് ഭാരതത്തിന്റെ നാഷണാലിറ്റി? ഭാരതത്തിൻ്റെതായ വ്യതിരിക്തത എന്താണ്? അതിനെ തിരിച്ചറിയാനുള്ള ദേശീയ നേതാക്കന്മാരുടെ അഭാവം, അല്ലെങ്കിൽ അതറിഞ്ഞ നേതാക്കന്മാരെ ദേശീയ തലത്തിൽ അംഗീകരിക്കാനുള്ള വൈമുഖ്യം,
മുമ്പ് പറഞ്ഞ പ്രാദേശികവും വൈയക്തികവുമായ സ്വാർത്ഥ താല്പര്യങ്ങൾ രാഷ്ട്ര താല്പര്യത്തിന്റെ മുകളിലേക്ക് പ്രതിഷ്ഠിച്ചതിന്റെ ഫലമാണ് ആ ഭാരതം പിൽക്കാലത്ത് അനുഭവിച്ച നിരവധി തിരിച്ചടികൾ. പക്ഷെ ഇത് വളരെ കൃത്യമായി രാമതീർത്ഥനെ പോലെയുള്ള ആൾക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അത് നമ്മളുടെ ദേശീയ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോ അങ്ങനെ അദ്ദേഹം പല കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഈ എങ്ങനെയാണ് ഭാരതത്തിന് ഈ ഒരു അടിമത്തം ഉണ്ടായത്, അല്ലെങ്കിൽ ഭാരതത്തിന്റെ പിൽക്കാലത്തുണ്ടായ കുഴപ്പങ്ങളുടെ കാരണം വൈദികമായ ജീവിത രീതിയെ അട്ടിമറിച്ചതാണ്. ഭാരതം എന്തുകൊണ്ട് വേദങ്ങളിലേക്ക് മടങ്ങണം, അല്ലെ? ദയാനന്ദൻ വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തതുപോലെ രാമതീർത്ഥൻ മറ്റൊരു തരത്തിൽ പറയുന്നുണ്ട്. ഈ ഭാരതത്തിന്റെ പിൽക്കാലത്തുണ്ടായ എല്ലാ അപജയങ്ങൾക്കും കാരണം വേദ പദ്ധതിയുടെ, വേദം മുൻപോട്ടേക്ക് വെച്ച ജീവിത പന്ഥാവിൽ നിന്നും ഭാരതം വ്യതിചലിച്ചതാണ്. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരം കൂട്ടായ്മകളിൽ കൂടി ആയാൽ പോലും ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു ദേശീയമായ ചിന്തകൾ തന്നെയാണ്. അല്ലാതെ നമ്മളുടെ കൂട്ടായ്മകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ മുമ്പ് ഞാൻ വളരെ സാഹൂതം വീക്ഷിക്കാൻ, എല്ലാവരും റിട്ടയർ ചെയ്ത ആൾക്കാരുണ്ട്, റിട്ടയർ ചെയ്യാത്തവരും ഉണ്ടാകാം. ഞാൻ പറഞ്ഞു എന്തായാലും ഈ റിട്ടയർ ചെയ്തൊക്കെ വരുമ്പോൾ നമ്മുടെയൊക്കെ ഒരു താല്പര്യം എന്താ? ആധ്യാത്മിക ചിന്തയാണ്, അല്ലേ? നമ്മളെല്ലാവരും പറയണം ആധ്യാത്മിക ചിന്തയിലേക്ക് എല്ലാവരും പ്രവേശിക്കുകയാണ്. അത് റിട്ടയർമെന്റ് കാലത്തിലേക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്, അല്ലേ? അല്ലാത്ത സമയത്തൊന്നും ഇതില്ല. ഈ ആധ്യാത്മിക ചിന്ത എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലേക്കാണ് നമ്മളുടെ ചിന്തകളൊക്കെ പോവുക? സ്വാമി രാമതീർത്ഥനെ ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് ആധ്യാത്മിക ചിന്ത എന്ന് പറഞ്ഞാൽ കേവലം വിശ്വാസങ്ങളുടേത് മാത്രമല്ല. അവിടെയാണ് ഞാൻ ആ മുമ്പ് പറഞ്ഞ രാഷ്ട്രദേവതയും നിങ്ങൾ ആരാധിക്കുന്ന ദേവതയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്തതുപോലെ നമ്മളുടെ ആധ്യാത്മികത എന്നുള്ളത് കേവലം സ്വാർത്ഥ ചിന്തകൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്ന ഒരു ചിന്ത കൂടി നമ്മളുടെ എല്ലാവരിലേക്കും കടന്നു വരണം. കാരണം ഈ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ലാതെ നമ്മളുടെ സമാജം ഇന്ന് അനുഭവിക്കുന്ന നിരവധി വെല്ലുവിളികളുണ്ട്. അതിനെ ചോദ്യം ചെയ്യാതെ കേവലമായ ആധ്യാത്മികത, നമ്മൾ കാണുന്ന എന്താ പറയുന്നത് ഉപരിപ്ലവമായ ചില ചടങ്ങുകൾ കൊണ്ട്, പൂജകൾ കൊണ്ട്, ജപങ്ങൾ കൊണ്ട്, ധ്യാനം കൊണ്ട്, മന്ത്രം കൊണ്ട്, ഉത്സവം നടത്തിയത് കൊണ്ട് ഈ സമാജത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതുകൂടി നാം ചിന്തിക്കണം. അല്ല എങ്കിൽ നമ്മളുടെ പൂർവികന്മാർക്ക് പറ്റിയ അബദ്ധം ആധുനിക കാലഘട്ടത്തിലും നമുക്ക് സംഭവിക്കാം. ചിലരെങ്കിലും അത് കരുതും ഇത് സനാതന ധർമ്മമാണ്, അല്ലെ? നമ്മൾ വേണ്ടപ്പോഴും വേണ്ടുന്നപ്പോഴും വേണ്ടാത്തപ്പോഴും എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സനാതന ധർമ്മം. എന്നിട്ട് നമ്മൾ തന്നെ ആശ്വാസം കൊള്ളും, ഇതിന് അങ്ങനെ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല, ഇത് സനാതനമാണല്ലോ, അല്ലെ? അങ്ങനെയല്ലേ നമ്മളിൽ ചിലരുടെയെങ്കിലും ചിന്ത? അങ്ങനെയില്ലേ? ഈ ധർമ്മത്തിന് ഒരിക്കലും ഗ്ലാനി സംഭവിക്കാൻ പോകുന്നില്ല, അല്ലെ? ഭാരതം ഒരിക്കലും നശിക്കില്ല, ഭാരതം സനാതനമായി നിലനിൽക്കും. വിനയത്തോടുകൂടി പറയട്ടെ, അപകടകരമായ ചിന്തയാണ്, ഒരിക്കലും നിലനിൽക്കില്ല. എങ്ങനെയാണ് നിലനിന്നിട്ടുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭാരതത്തിന്റെ ഭാഗമായിരുന്നില്ലേ, ഈ സനാതന ധർമ്മത്തിന്റെ ഭാഗമായിരുന്നില്ലേ പാകിസ്ഥാൻ? നശിച്ചുപോയില്ലേ? എവിടെ പോയി? സനാതനമാണെങ്കിൽ എന്തുകൊണ്ടാണ്? വേദങ്ങൾ ഉത്ഭവിച്ചത് ലാഹോറിലാണെന്നാണ് പറയുന്നത്, അല്ലേ? സിന്ധു നദിയുടെ തീരത്താണ് വേദങ്ങൾ എഴുതപ്പെട്ടത് എന്നാണ് നമ്മുടെ വിശ്വാസം. ലാഹോറിൽ ഉണ്ടായിരുന്ന അത്രയും വേദപാഠശാലകൾ, അല്ലെ? നമ്മളുടെ രാമതീർത്ഥൻ പോലും ലാഹോറുകാരനായിരുന്നു. ലാഹോറിൽ അദ്ദേഹം അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്. അപ്പൊ ലാഹോറിന്റെ ചരിത്രം എന്താണ്? പക്ഷേ ഇത് സനാതനമാണ്. എങ്ങനെയാണ് ലാഹോറിൽ ഈ ധർമ്മം അസ്തമിച്ചു പോയത്? ഇത് സനാതനമാണെങ്കിൽ ഇസ്ലാമാബാദിൽ എങ്ങനെയാണ് ഇതില്ലാതെയായി പോയത്? ഇത് സനാതനമാണെങ്കിൽ ചിറ്റഗോങ്ങിൽ ബംഗ്ലാദേശിൽ എങ്ങനെയാ ഇത് ഇല്ലാതെയായത്? അപ്പൊ ഇത് നശിക്കുമെന്നത് കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും വേണ്ട. കൃത്യമായ രാഷ്ട്രബോധമില്ലാത്ത ജനതയുണ്ടായാൽ സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ നാം മുന്നിട്ടിറങ്ങിയില്ല എങ്കിൽ ഇത് നശിക്കും എന്ന കാര്യം മൂന്നരത്തരമാണ്. കാര്യം നമ്മളുടെ മുൻപിൽ കൺമുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊന്നും നശിക്കാനൊന്നും പോകുന്നില്ല, ഇത് സനാതനമാണ്, എല്ലാ കാലവും ഇതങ്ങ് നിലനിന്നുകൊള്ളും എന്ന് ദയവ് ചെയ്ത് ആരും ധരിക്കരുത്, അല്ലെ? ഗീതയിൽ ഭഗവാൻ പറഞ്ഞു പോലും യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇതാണ് നമ്മൾ പലപ്പോഴും അഭയം കൊള്ളുന്ന ഒരു ശ്ലോകമാണ്, അല്ലെ? നമ്മൾ എന്തു പറഞ്ഞാലും ഈ ശ്ലോകത്തെയാണ് കൂട്ടുപിടിക്കുക. ആരാണ് വരാൻ പോകുന്നത്? ആരാണ് സാധുജനങ്ങളെ സംരക്ഷിച്ച് അധർമ്മത്തെ ഉന്മൂലനം ചെയ്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ആര് വരും?
നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ലെ, നമ്മളേതോ ഒരു അത്ഭുത പിറവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലേ. യേശുക്രിസ്തു ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നതുപോലെ, ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ കംസന്റെ തടവറയിൽ വന്നു പിറന്നതുപോലെ ആരോ ഉണ്ടായി വരും. വരാൻ പോകുന്നില്ല. ഇത് കലിയുഗമാണ് അല്ലേ? കലിയുഗത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. നാരായണ ഗുരുദേവൻ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശം തന്നിട്ടുണ്ട്. സംഘടിച്ചു ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ. ഒരു വരി കൂടി ഉണ്ടായിരുന്നു, നമ്മളത് സൗകര്യം പോലെ മറന്നുപോയി. വ്യവസായം കൊണ്ട് അഭിവൃദ്ധി നേടുവിൻ. നാരായണ ഗുരുദേവൻ പറഞ്ഞതാണ്. നോക്കൂ, അല്ലാതെ നമ്മളെ ആരും കൈപിടിച്ചുയർത്താൻ ഏതോ ഒരു അത്ഭുത പിറവി തിരുവവതാരമുണ്ടായി നൂലിൽ ഇറങ്ങി വന്ന് നമ്മളെ എല്ലാവരെയും സംരക്ഷിച്ച് ചേർത്ത് പിടിച്ച് സനാതനധർമ്മത്തെ എന്നേക്കുമായി പുനഃസ്ഥാപിക്കുമെന്ന് ദേവിയത് ആരും ധരിക്കരുത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേർ അവരുടെ ജീവനും ജീവിതവും കൊടുത്തത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് സനാതനധർമ്മികൾ, ഭാരതീയർ, ഹിന്ദുക്കൾ എന്നൊക്കെ പല പേരുകളിൽ പറഞ്ഞ് ഇവിടെ ഇന്ന് രാമതീർത്ഥന്റെ 150-ാം ജന്മദിനം ആഘോഷിക്കാൻ വന്നിരിക്കുന്നത്. അല്ല എങ്കിൽ ഒരാളും നമ്മൾ അവശേഷിക്കുമായിരുന്നില്ല. ഇതിലും വലിയ സനാതനികളായിരുന്നു ലാഹോറിലും അല്ലെ, അഫ്ഗാനിലും ഇസ്ലാമാബാദിലും കറാച്ചിയിലും ഒക്കെ ഉണ്ടായിരുന്നെന്ന് നമ്മൾ മറന്നു പോകരുത്. ഇതിലും വലുതായിരുന്നു. എന്തായാലും കേരളത്തെക്കാൾ വലിയ വൈദിക പാരമ്പര്യമുള്ള നാട് തന്നെയായിരുന്നു ലാഹോർ. സിന്ധുവിന്റെ തീരങ്ങൾ മുഴുവൻ എങ്ങനെയാണ് മതഭ്രാന്തന്മാരുടെ കൈകളിലേക്ക് അകപ്പെട്ടു പോയി ഇന്ന് ജനജീവിതം പോലും ദുസ്സഹമായി മാറിയത്? അവിടെ എന്ത് സനാതന ധർമ്മമാണ് നടമാടുന്നത്? ഒരു ഈശ്വരനും അവിടെ വന്നില്ല. വന്നോ? ഒരാളും വന്നില്ല ജനതയെ രക്ഷിക്കാൻ. ഇന്നും നരകയാതന അനുഭവിക്കുകയാണ് സനാതന ധർമ്മികളായതിന്റെ പേരിൽ മാത്രം. നോക്കൂ, നിങ്ങൾ ഓരോ ദിവസവും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചു നോക്ക്. പെൺകുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നു, ആരോടും ചോദ്യമില്ല. സ്കൂളിൽ പോയ കുഞ്ഞ് വീട്ടിൽ തിരികെ എത്തുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോയാൽ പരാതി സ്വീകരിക്കുന്നില്ല. ഒരു ഹിന്ദുവായ MP അയാൾ പാർലമെന്റിൽ, പാകിസ്ഥാന്റെ ദേശീയ പാർലമെന്റിൽ പൊട്ടിക്കരയുകയാണ്. എന്റെ സമാജത്തിലെ പെൺകുഞ്ഞുങ്ങളെ ആര് സംരക്ഷിക്കും? ഒരാൾക്കും മറുപടിയില്ല. ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങളുമില്ല, ഒരു മനുഷ്യാവകാശ സംഘടനയുമില്ല, ഒരു പ്രധാനമന്ത്രിയും വന്നില്ല. അവരും സനാതന ധർമ്മികളായിരുന്നു. നമ്മളെ പോലെ അവരും വിശ്വസിച്ചു. എന്താ പറയുന്നത്? അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം ശ്രുതുണ്ടാകും. ഉണ്ടായ ചരിത്രമുണ്ട്. പക്ഷെ എവിടെയാ, എങ്ങനെയാ ഉണ്ടായത്? ആ ഉണ്ടായത് സംഘടിത ശക്തിയുടെ രൂപത്തിൽ തന്നെയാണ്. തീർച്ചയാണ്. മഹാരാഷ്ട്രത്തിൽ ഉണ്ടായി വന്ന ഛത്രപതി ശിവജി മഹാരാജാവിനെ ശിവന്റെ അവതാരമാണ് എന്ന് പറഞ്ഞ് വാഴ്ത്താൻ ശ്രമിച്ചപ്പോൾ അതിനെ തിരുത്തിയത് RSSന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ ബലിറാം ഖഡ്ഗേവാർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഭാരതീയർക്ക് ഒരു കുഴപ്പമുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് വേറെ ആരെങ്കിലും ചെയ്താൽ അവനെ പിടിച്ച് ദൈവമാക്കും. അല്ലേ? ഇല്ല, സാധാരണ മനുഷ്യർ തന്നെയാണ്, നമ്മളെ പോലെയുള്ളവർ തന്നെയാണ് സമാജത്തെ സംഘടിപ്പിച്ചത്. അപ്പൊ ഇത് എന്റെ മാത്രം ദൗത്യമല്ല, ഇതിനകത്ത് എനിക്ക് റോളൊന്നുമില്ല. രാമതീർത്ഥനെ പോലെ, ദയാനന്ദനെ പോലെ ആൾ വരട്ടെ, അപ്പോൾ നോക്കാം എന്ന് കരുതിയിരുന്നാൽ നമ്മളെ രക്ഷിക്കാൻ ഒരു ഈശ്വരനും ഉണ്ടാകില്ല. അല്ലെ? നമുക്കറിയാം, പോരാട്ടങ്ങളിൽ കൂടി തന്നെയാണ് ഈ ജനത പിടിച്ചു നിന്നത്. ഭാരതത്തിൽ എത്ര ആവർത്തി, നിങ്ങൾ നോക്കൂ, എത്ര ആയിരത്താണ്ട് വർഷം വൈദേശികർ ഓരോ തവണയും ഭാരതത്തെ കീഴടക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു. എന്തുകൊണ്ട് സാധ്യമായില്ല? സാധ്യമാകാതെ പോയത് എന്റെയും നിങ്ങളുടെയും പൂർവികന്മാരുടെ പോരാട്ട വീര്യം കൊണ്ട് തന്നെയാണ്. അവർ ജീവനും ജീവിതവും കൊടുത്തത് കൊണ്ടാണ്. രാജസ്ഥാനിലെ മേവാറിലും ചിറ്റോങ്ങിലും ഒക്കെയുള്ള ചിത്തോറിലെ റാണിമാരുടെ കഥകളൊക്കെ പറയാതെ നിങ്ങൾക്കറിയാം. പഞ്ചാബിന്റെ അവസ്ഥ എന്തായിരുന്നു? അല്ലെ? എങ്ങനെയാണ് ജീവൻ ജീവിതവും ഒക്കെ കൊടുത്ത് അവർ ഈ സനാതന ധർമ്മത്തെ സംരക്ഷിച്ച് പിടിച്ചത് എന്നതാണ് നമുക്ക് പാഠമാകേണ്ടത്. ആ പാഠം നാം ഉൾക്കൊണ്ടില്ല എങ്കിൽ നമുക്ക് തത്വം പറഞ്ഞ് കാലക്ഷേപം കഴിക്കാനേ പറ്റുകയുള്ളൂ. തത്വങ്ങളിൽ കൂടി ഒരു സമാജവും രക്ഷപ്പെട്ടിട്ടില്ല. തത്വങ്ങളിൽ കൂടിയല്ല, അതിൻ്റെ പ്രായോഗിക രൂപം എങ്ങനെയാണ്, എങ്ങനെ പ്രയോഗത്തിൽ വരുത്തണം, എന്താണ് എൻ്റെ ചെറുത്തുനിൽപ്പ്, സാംസ്കാരികമായി ഈ ധർമ്മം ഇവിടെ നിലനിൽക്കാൻ, ഈ സനാതന ധർമ്മമെന്ന പുകൾപെറ്റ ലോകത്തിലെ ഏറ്റവും മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ഈ ലോകത്ത് നിലനിൽക്കുന്ന ധർമ്മം സനാതന ധർമ്മം തന്നെയാണ്. അതിന് കളറില്ല, കളർലെസ് തന്നെയാണ്. തീർച്ചയായും നാം അത് പറയണം.
നമ്മെപ്പോലെ പുരോഗമനത പറയാൻ അർഹതയുള്ള ലോകത്തിലെ ഒരു ജനതയുമില്ല. ലോകത്തിലെ ഏത് ഇസം വന്നാലും, ലോകത്തിലെ ഏത് കണ്ടുപിടുത്തം വന്നാലും, ഏത് പുതിയ അറിവ് വന്നാലും ഭാരതീയൻ മുൻപോട്ടേക്ക് വെച്ച അറിവുകളുടെ താഴെയേ നിൽക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാതെ ഏതോ നൂറ്റാണ്ടിലെ ആരോ പറഞ്ഞ എന്തെങ്കിലും വിവരക്കേടുകൾ അല്ലെ പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന പല സംഗതികളുണ്ട്. നിങ്ങൾക്കറിയാം, പലതിനും നമ്മൾ പേറേണ്ടി വരികയാണ്. അല്ല, എന്താണ് ഈ ധർമ്മത്തിന്റെ അടിസ്ഥാനം? ഇവിടെ യുക്തിചിന്തയ്ക്ക് പ്രാധാന്യമുണ്ടോ? നമ്മളുടെ ധർമ്മത്തിൽ ശാസ്ത്രചിന്തയ്ക്ക് പ്രാധാന്യമുണ്ടോ? സ്വതന്ത്ര ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ടോ? അതോ തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്തതുപോലെ പറയുന്നത് മുഴുവൻ കേട്ട് അനുസരിച്ചവരായിരുന്നോ നമ്മുടെ പൂർവികന്മാർ? ഒന്നും ആയിരുന്നില്ല. നാം നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ നമ്മളോട് ഒരു ശാസ്ത്രവും പറയുന്നില്ല, അല്ലെ? നമ്മളുടെ പല ഉപനിഷത്തുകളും ഗീത പോലെയുള്ള ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ ചോദ്യോത്തര രൂപത്തിലാണ് എന്നുകൂടി നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ആധുനിക കാലത്തിന് ചേരാത്ത എന്തെങ്കിലുമൊക്കെ പുലമ്പലുകൾ, ജൽപ്പനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ചോദ്യം ചെയ്യാനുള്ള ആർജവം ഈ സമൂഹം കാണിക്കണം. അവിടെയാണ് സ്വാമി രാമതീർത്ഥനെ പോലെ, സ്വാമി ദയാനന്ദനെ പോലെയുള്ളവരുടെയൊക്കെ ഒരു എന്താ പറയുന്നത്, അവരുടെ മൈറ്റ് എന്ന് നമ്മൾ പറയില്ല, അവരുടെ ഗരിമ നമ്മളെ കൊണ്ട് ഇന്ന് എത്ര സാധിക്കുന്നുണ്ട്? ഇത്രയും ശാസ്ത്രചിന്ത പടർന്നു പിടിച്ച ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശാസ്ത്രവിരുദ്ധമായ ഒരു കാര്യം നമ്മുടെ സമാജത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ആരെങ്കിലും മുതിരുമ്പോ അതിന് ഞാൻ വിശ്വസിക്കുന്ന ധർമ്മശാസ്ത്രത്തിന്റെ ഒന്നിന്റെയും പിൻബലമില്ല എന്ന് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് ആർജവമുണ്ട്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭാരതത്തിന്റെ തത്വശാസ്ത്രങ്ങളൊക്കെ ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഭാരതത്തിന്റെ എല്ലാ ചിന്താ പദ്ധതിയുടെയും അടിസ്ഥാനം വേദങ്ങളാണ്. വേദങ്ങളിൽ മനുഷ്യത്വ വിരുദ്ധമായ ഒരു വരി പോലുമില്ല എന്ന് നമുക്ക് ഏത് ഉറക്കത്തിലും ആരുടെ മുൻപിലും തർക്കിക്കാൻ പറ്റും. മനുഷ്യത്വ വിരുദ്ധമായ ഒരു വാക്ക്, ഒരു വരി ഇല്ലാത്ത ലോകത്തിലെ ഏക ഗ്രന്ഥം വേദങ്ങളും ഉപനിഷത്തുകളുമാണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഈ സമൂഹത്തിൽ എത്തരത്തിലെങ്കിലുമുള്ള അനാചാരങ്ങളെ, മനുഷ്യത്വ വിരുദ്ധതയെ, സ്ത്രീ വിരുദ്ധതയെ, മാനവ സമൂഹത്തിന് തന്നെ പിന്തിരിപ്പനായിട്ടുള്ള ചിന്താഗതികളെ ആരെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വേദങ്ങളുടെ പിന്തുണയില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രമാണവും അതിന് സാധൂകരിക്കുന്നില്ല എന്ന് പറയാനുള്ള ആർജവം, എന്ന് പറയാനുള്ള തൻ്റെ ഇടം നാം ഓരോരുത്തരും കാണിക്കണം. അങ്ങനെയാണ് ഇത് നവമായി നിലനിൽക്കുന്നത്. എങ്ങനെയാണ് നവീകരിക്കപ്പെടുക? നവീകരിക്കപ്പെടുന്നത് പുതിയ പുതിയ ചിന്തകൾ കൊണ്ടാണ്. അപ്പൊ ഈ പുതിയ ചിന്ത എന്നുള്ളതിന് ശാസ്ത്രീയമായ പിൻബലം ഉണ്ടാകണം. എന്റെ ധർമ്മത്തെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ അതിന് പ്രമാണമുള്ളത് വേദങ്ങളിലാണ്. പറയുന്ന ആളോട് ഏത് പ്രമാണം ഉദ്ധരിച്ചാണ് ഇത് പറയുന്നത്? നോക്കൂ, എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് രാമതീർത്ഥനും ദയാനന്ദനും രാമകൃഷ്ണനും വിവേകാനന്ദനും ഒക്കെ ചോദ്യം ചെയ്തില്ലേ? സമൂഹത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും എങ്ങനെയാ തൂത്തെറിഞ്ഞത്? നമ്മൾ നോക്കൂ. ഇന്ന് നമുക്കൊക്കെ എന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, അല്ലെ? പലപ്പോഴും പലത് കേൾക്കുമ്പോ അയ്യോ തോന്നേണ്ട ആവശ്യമില്ല. നമ്മളാണ് യുക്തിചിന്തയുടെ അപ്പോസ്തലന്മാർ. നമ്മളാണ് സമാജത്തിന് ശാസ്ത്രചിന്ത കൊടുത്തവർ. ഈ സമൂഹത്തിലുണ്ടായ എല്ലാ അനാചാരങ്ങളെയും ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൂരീകരിച്ച ജനത നമ്മളാണ്. പക്ഷെ ഇന്ന് നവോത്ഥാനം എന്ന് കേൾക്കുമ്പോ, ശാസ്ത്രചിന്ത എന്ന് കേൾക്കുമ്പോ, യുക്തിചിന്ത എന്ന് കേൾക്കുമ്പോ നമ്മൾ ആ ഫീൽഡിൽ എങ്ങും ഇല്ലാത്തവരാണ്, അല്ലെ? നമ്മളൊക്കെ എന്തോ കുറഞ്ഞവരാണ് എന്ന ഒരു ചിന്ത നമ്മുടെ സമാജത്തിൽ ഇന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇന്ന് ആ ഒരു കാർഡാണ് ഈ ധർമ്മത്തെ ഇകഴ്ത്താൻ, ഈ ധർമ്മത്തെ താഴ്ത്തിക്കെട്ടാൻ, പുതിയ ചെറുപ്പക്കാരായ നമ്മുടെ പുതിയ തലമുറയെ ഈ ധർമ്മത്തിന്റെ പാതയിലേക്ക് വരുന്നതിൽ നിന്ന് തടയാൻ പലരും ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജാഗ്രത കാണിക്കേണ്ടത്. അതിനാദ്യം നമ്മളിത് തിരിച്ചറിയണം. അല്ല, എന്തുകൊണ്ടാണ് പുതിയ ചെറുപ്പക്കാർ വരുമ്പോൾ, പുതിയ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരോട് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്തോ പിന്തിരിപ്പനാണ്, ഏതോ ഉട്ടോപ്യൻ കാലത്തെ തിയറിയാണ് എന്ന് അവനിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഈ ചിന്ത കടന്നു വരുന്നത്? അത് കാലഘട്ടത്തിന് അനുസൃതമായി നാം നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ വ്യാഖ്യാനിക്കാൻ പഠിക്കാത്തത് കൊണ്ടാണ്.
അപ്പൊ അവരോട് നമുക്ക് ഏറ്റവും മിനിമം പറയാനുള്ള ഒരു കാര്യം, ശാസ്ത്രവിരുദ്ധമായ ഒരു വരി പോലും ഇല്ലാത്ത ഗ്രന്ഥങ്ങളാണ് ഭാരതത്തിൻ്റെത്. അല്ലെ? സ്ത്രീ സമത്വം എന്ന് കേൾക്കുമ്പോ ഭാരതത്തിന് എന്തോ അന്യമായിരുന്നു. സ്ത്രീകളെ രണ്ടാം കിട പൗരന്മാരായി കണക്കാക്കിയവരാണ് ഇന്ത്യക്കാർ. അല്ലെ? ജനാധിപത്യം എന്ന സങ്കല്പം, സ്ത്രീ സമത്വം എന്ന സങ്കല്പം, പൗരധർമ്മം, വ്യക്തി സ്വാതന്ത്ര്യം, ഇതൊക്കെ എവിടെ നിന്നോ ഏതോ പാശ്ചാത്യ സൃഷ്ടിയാണ്, പാശ്ചാത്യ ലോകമാണ് ലോകത്തിന് സംഭാവന ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും കടന്നു വരുന്നത്. ആയിരുന്നില്ല. ഈ മണ്ണിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈ നാട്ടിൽ നിന്നും ഉണ്ടായതാണ് ഇത്. ഇതിനോട് നിനക്ക് താല്പര്യമുണ്ടാകണമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ആർജവവും തൻ്റെ ഇടവും അതിനുള്ള ശാസ്ത്രബോധവും ആണ് നമുക്ക് ഇത്തരം കൂട്ടായ്മകളിൽ കൂടി ഉണ്ടാക്കേണ്ടത്. അല്ലാതെ കേവലം ഭക്തി കൊണ്ട്, നാമം ജപിച്ചതുകൊണ്ട്, അമ്പലത്തിൽ ഉത്സവം നടത്തിയത് കൊണ്ട് സനാതനധർമ്മം നിലകൊള്ളുമെന്ന്, നിലനിന്നു പോകുമെന്ന് ആരും കരുതരുത്. അങ്ങനെ നിലനിന്ന ചരിത്രമില്ല. കേട്ടിട്ടുണ്ടോ? സോമനാഥം ആക്രമിക്കാൻ വരുമ്പോൾ, മുഹമ്മദ് ഗസ്നിയുടെ നേതൃത്വത്തിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് തൊഴുകയോടുകൂടി ഈശ്വരഭജനം നടത്തിയതല്ലാതെ ഒരു ചെറുവിരൽ അനക്കി അക്രമിയെ ചെറുക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഒരു ദയവുമില്ലാതെ മുഴുവൻ ആൾക്കാരെയും കൊന്നൊടുക്കി തന്നെയാണ് ഈ വൈദേശിക ആക്രമണകാരികൾ ഇവിടെ നിന്ന് മുഴുവൻ കൊണ്ടുപോയത്. ഈശ്വരൻ വന്നുകൊള്ളും, എന്നെ രക്ഷിച്ചുകൊള്ളുമെന്നാണ് പലരുടെയും ചിന്ത. അങ്ങനെയല്ല. ആധുനിക കാലഘട്ടത്തിന് വേണ്ടത് സംഘടിതമായ ശ്രമമാണ്, സംഘടിത ബോധമാണ്. സംഘേ ശക്തി കലൗയുഗ, കലിയുഗത്തിൽ സംഘടനയ്ക്കാണ് ശക്തി. അപ്പൊ നമുക്ക് വേണ്ടത് സംഘടിതമായ ബോധമാണ്. ഈ സംഘടിതമായ ബോധത്തെ മുമ്പ് പറഞ്ഞതുപോലെ വ്യക്തിക്ക് മുകളിലേക്ക് രാഷ്ട്രത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ, സമാജത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ എൻ്റെ കാര്യം, അല്ലേ? നമ്മൾ ക്ഷേത്രത്തിൽ പോയാലും ഇപ്പോഴും അങ്ങനെയാണല്ലോ, അല്ലേ? എല്ലാവരും ക്ഷേത്രങ്ങളിൽ ആത്മശാന്തിക്ക് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നമ്മളുടെ ചിന്തകൾ കൂടി വളർത്തിയെടുക്കേണ്ടതുണ്ട്. ക്ഷേത്രങ്ങൾ എന്നുള്ളത് കേവലം ഭൗതികമായ നേട്ടങ്ങൾ നേടിത്തരുന്ന ഏതോ ഒരു ഇടനിലക്കാരുടെ കേന്ദ്രമായിട്ടാണ് നമ്മൾ പലപ്പോഴും ക്ഷേത്രങ്ങളെ കാണുന്നത്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത്? ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ ഈശ്വരനെ കമ്മീഷൻ ഏജന്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എനിക്ക് എൻ്റെ മോടെ കല്യാണം നടത്തിയാൽ ഞാൻ ഇത് ചെയ്തേക്കാമേ, അങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക. രോഗം മാറ്റിയാൽ ഇത് ചെയ്തേക്കാം. എഗ്രിമെന്റ് ആണ് ഭഗവാനുമായി, ഈശ്വരനുമായി നമ്മൾ എഗ്രിമെന്റ് വെക്കുകയാണ്. അങ്ങനെ കേവലം എഗ്രിമെന്റുകൾ ഏറ്റെടുത്ത് കരാറടിസ്ഥാനത്തിൽ കൊട്ടേഷൻ എടുക്കുന്ന ആളാണോ ഭഗവാൻ? നമ്മൾ ചിന്തിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ പറയുന്നു, ഒരു ക്ഷേത്രത്തിൽ ശരാശരി നമ്മളെല്ലാവരും പറയുന്നു, നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങളെ നോക്കൂ, ക്രിസ്ത്യാനികളെ നോക്കൂ, അല്ലെ? പലരും നമ്മളെ ഉദ്ധരിക്കാൻ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഡയലോഗുകളാണ് ഇതൊക്കെ. അവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, അവരെത്ര പേരുണ്ട്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു ഗ്രാമക്ഷേത്രം നിങ്ങളുടെ വീടിനടുത്തുണ്ടെങ്കിൽ എടുത്തു നോക്കി, എത്ര പേര് അവിടെ വരുന്നുണ്ട്? ഒരു ശരാശരി ഒരാഴ്ച എത്ര പേര് വരുന്നുണ്ടാകും? നമ്മുടെ ഒരു സാധാരണ ക്ഷേത്രത്തിൽ പോലും ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. പല സമയത്താകാം. പല സമയത്ത് നിങ്ങൾ രാവിലെയും വൈകുന്നേരമുള്ള ദീപാരാധനാ സമയങ്ങളിൽ അവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണം ഒരു റഫായിട്ട് നിങ്ങൾ എടുത്തു നോക്കൂ. ഒരാഴ്ച ഏറ്റവും മിനിമം ഒരു 12,000 പേര് ആ ക്ഷേത്രത്തിൽ കയറി ഇറങ്ങുന്നുണ്ടാകും, ഒരു സാമാന്യം തിരക്കുള്ള ഒരു ക്ഷേത്രത്തിൽ. നേരെ മറിച്ച് ഒരു മോസ്കിലോ പള്ളിയിലോ എത്ര പേര് വരുന്നുണ്ടാകും? ആ ഒരു പ്രേയറിന്റെ സമയത്ത് അവർ സംഘടിതമായി വന്ന് നമ്മുടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ കാര്യം എടുത്തു, ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാകും. ആ ഹോളിൽ എത്ര പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? 100-500 പേര് വരും. ഇത്രേ ഉള്ളൂ, അല്ലേ? അത് കഴിഞ്ഞു, ആഴ്ചയിൽ ഒരിക്കൽ വന്നു പോയി. പക്ഷെ നോക്കൂ, അതിലും എത്രയോ മടങ്ങ് ആൾക്കാരാണ് നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്നത്. പക്ഷേ ആ ക്ഷേത്രത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ ഇതിൽ എത്ര പേരുണ്ടാകും? അവിടെയാണ് സംഘടിതമായ ബോധത്തിന്റെ അഭാവം. നാം നമ്മുടെ സമൂഹത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യേണ്ടത് ഇത്തരം സംഘടിത ബോധത്തിനാണ്. സംഘടിത ബോധം വേണം. എല്ലാവരും പോകുന്നത് എന്തിനാ? എൻ്റെ കാര്യം പറയാം. അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നിനോടും ആശങ്കയില്ല. എങ്ങനെ ഇത് നിലനിൽക്കും? ഈ ധർമ്മത്തിന്റെ ആരാണ് പതാക വാഹകന്മാർ? അതോ വേറെ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ തീരെഴുതി കൊടുത്തിരിക്കും? ഇതൊന്നും എൻ്റെ പണിയല്ല, അല്ല. ഇനി ഇപ്പൊ നാട്ടിൽ കുറെ RSSകാരുണ്ട്, ഇനി അവരാണ് ഹിന്ദു രക്ഷകരെന്ന് ഇനി അവന്മാർ ചെയ്യട്ടെ. രാഷ്ട്രീയത്തിലാണ് BJPക്കാരന്മാർ ചെയ്തോട്ടെ, അല്ലെ? ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ ഉണ്ടായി കാണുന്ന ഒരു ചിന്താഗതി. അങ്ങനെയല്ല. എൻ്റെ കർത്തവ്യമാണ്
ഞാനിത് ചെയ്തില്ലെങ്കിൽ മറ്റാരും ചെയ്യാനില്ല എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു സമാജം എന്ന നിലയിൽ, സനാതന ധർമ്മ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് മുൻപോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രാമതീർത്ഥൻ മുൻപോട്ടേക്ക് വെച്ച രാഷ്ട്രസങ്കല്പം, ഞാൻ വീണ്ടും അതിലേക്ക് തന്നെയാണ് മടങ്ങി വരുന്നത്. ഇതൊക്കെ രാഷ്ട്രത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് കേവലം ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രചിന്തയിൽ നിന്നും വ്യത്യസ്തമാണ്. അങ്ങനെ ദയവ് ചെയ്ത് ഈ രാമതീർത്ഥനെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കില്ല എന്ന് എനിക്കറിയാം. കാരണം രാമതീർത്ഥനെ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് രാഷ്ട്രചിന്തയും ആധ്യാത്മിക ചിന്തയും ഒക്കെ ഒന്നു തന്നെയാണ്. രാഷ്ട്രബോധമുണ്ടാകണം. അദ്ദേഹത്തിന്റെ ഒരു വാചകം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഭാരത ചരിത്രത്തിലെ ഏറ്റവും ദുർഘടമായ സമയത്ത് നിങ്ങൾക്ക് ജനിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ നിങ്ങൾ ഈശ്വരനോട് നന്ദിയുള്ളവരാകണം എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ അതിൽ ദുഃഖിക്കുകയാണ് ചെയ്യുക, അല്ലെ? ദൈവമേ, ഈ കെട്ട കാലത്ത് ജനിച്ചു പോയല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ രാമൻ നേരെ തിരിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ഭാരത ചരിത്രത്തിലെ ദുർഘട സമയത്ത് ജനിച്ചതിന് നാം പ്രത്യേകം നന്ദിയുള്ളവരായിരിക്കണം. കാരണം സമുദായ സേവനത്തിന് പറ്റിയ അവസരം നമുക്ക് ധാരാളം ഉണ്ടാകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം കെട്ട കാലമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മളുടെ ധർമ്മം വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നുണ്ട് എങ്കിൽ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ ആ സംഭവം, അഹം സംഭവാമി എന്നാണ് പറഞ്ഞത്, ആ സംഭവിക്കുന്നത് നാം ഓരോരുത്തരിൽ കൂടി ആകണമെന്ന് നാം ചിന്തിച്ചാൽ മതി. അല്ലാതെ വേറെ ആരും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രം, ഈ ധർമ്മം ഇന്ന് ഏതൊക്കെ രീതിയിലാണ് വെല്ലുവിളി നേരിടുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും നാം ഉണർന്നെണീക്കുന്നത് ഈ ധർമ്മത്തെ, ഈ ഒരു പദ്ധതിയെ തന്നെ, അല്ലെ? നമ്മൾ തമിഴ്നാട്ടിലെ ഒരു മന്ത്രിയുടെ പ്രസ്താവന നാം കേട്ട് കഴിഞ്ഞു. സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്നാണ് ആഹ്വാനം ചെയ്തത്. നിങ്ങൾ നോക്കൂ, അജണ്ടകൾ കൃത്യമാണ്. അവരവരുടെ അജണ്ടകൾ വ്യക്തമാക്കി കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ അജണ്ട? നിങ്ങൾക്ക് വല്ല അജണ്ടയും ഉണ്ടോ? അതോ നമ്മൾ ഇത്തരം മീറ്റിങ്ങുകൾ നടത്തി, സപ്താഹം നടത്തി, വിളക്ക് പൂജ നടത്തി, ലക്ഷാർച്ചന നടത്തി, കൊടിമരത്തിന് സ്വർണം പൂശി, നമ്മൾ കെട്ടുകാഴ്ച നടത്തിയില്ലേ? പണ്ട് മന്നത്ത് പത്മനാഭൻ പറഞ്ഞില്ലേ, 4 കെട്ടുകളാണ് നായന്മാരെ നശിപ്പിച്ചതെന്ന്. കേസുകെട്ട്, നൂലുകെട്ട്, കാളകെട്ട്, അല്ലെ എന്ന് പറഞ്ഞതുപോലെയുള്ള കെട്ടുകളൊക്കെ നടന്നാൽ മതിയോ? നമ്മൾ നോക്കൂ, നമ്മുടെ ആചാര്യന്മാർ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരെ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ നേതാക്കന്മാർ പലതും പറയും. നമ്മുടെ റോൾ വേറെയാണെന്ന് പറഞ്ഞതുപോലെയാണ്. നാരായണ ഗുരുദേവൻ പറഞ്ഞു, കരിയും വേണ്ട, കരിമരുന്നും വേണ്ട. നോക്കൂ നിങ്ങൾ, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കരിയും കരിമരുന്നുമാണ്. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് നമ്മൾക്ക് ഇപ്പോൾ ഞാൻ കോടതി വിധികളെ പറ്റിയല്ല പറയുന്നത്. പക്ഷെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് നമുക്കെതിരെ മാത്രമെന്ന ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. നമുക്കെതിരെ മാത്രമാണിത്. അപ്പോൾ നമ്മുടെ ആചാര്യന്മാർ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ് വീണ്ടും ചെയ്തത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിച്ച് കാലക്ഷേപം നടത്തിയാൽ മതിയോ? അതല്ല, കൃത്യമായ പോർമുഖം അവർ തുറന്നിട്ടുണ്ട്. അവരവരുടെ അജണ്ടകൾ വ്യക്തമാക്കി. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, പറഞ്ഞുവല്ലോ, ഞങ്ങളത് ചെയ്യും. സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യലാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്താണ് നിങ്ങളുടെ ഡിഫൻസ്? എന്താണ്? അതോ ഡിഫൻസ് വേണ്ടി? ഡിഫൻസ് വേണ്ട എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഇത്രയും കൂട്ടായ്മ പോലും പിന്നെ വേണ്ട, അല്ലെ? എന്താണ് നമ്മുടെ ഡിഫൻസ്? നിങ്ങൾ മുൻപോട്ടേക്ക് വെക്കുന്ന പദ്ധതി എന്താ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോ അവരെ നിങ്ങൾ തള്ളിവിടുന്നത് ആരുടെ മുൻപിലേക്കാ? ഒരു കയ്യിൽ വാളും മറുകയിൽ ഖുർആനും എന്ന് നമ്മൾ പണ്ട് മുഗള കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട്. അതിലും ഭീഭത്സമാണ് കാര്യങ്ങൾ. ഭയാനകമായിരിക്കും വരാൻ പോകുന്ന നാളുകൾ. അതിനെ നാം എങ്ങനെ ചെറുക്കാൻ നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത്? നമ്മുടെ മുതലായി നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പോകുന്ന പല പദ്ധതികളും തിരിഞ്ഞു നടക്കേണ്ട പാതയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് എന്ന് പറയേണ്ടി വരുന്നത്. ഖേദത്തോടെ പറയട്ടെ, നമ്മളുടെ സമാജം ഇന്ന് വൈയക്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ആധ്യാത്മികതയെ ഉപയോഗിച്ചുകൊണ്ട്, ധർമ്മ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോക്ക് മാത്രമാണ് എന്ന് ധരിച്ചുകൊണ്ട്, ഞാൻ ഈ കൊടുക്കുന്ന പിരിവുകൾ, ഞാൻ വിപുലമായി നടത്തുന്ന ഉത്സവ ആഘോഷങ്ങളൊക്കെയാണ് ധർമ്മ സംരക്ഷണമെന്ന് നാം എവിടെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതല്ല ധർമ്മ സംരക്ഷണം. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടത്
ഇത്തരം ആചാര്യന്മാരുടെ ആഹ്വാനം നടപ്പിലാക്കലാണ്. ധർമ്മ സംരക്ഷണം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സംരക്ഷണം തന്നെയാണ്. ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ എന്താ നാം ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? എന്താണതിൽ എൻ്റെ പങ്ക്? വരാൻ പോകുന്ന തലമുറയ്ക്ക് നാം കൈമാറുന്ന വസിയത്ത് എന്താണ്? വലിയ ചോദ്യമാണ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? ഇന്ന് അവർ വലിയ വലിയ വിദ്യാഭ്യാസം നേടി പുറത്തു വരികയാണ്. അവർക്ക് എന്താണ് നമ്മുടെ രാഷ്ട്രത്തെ പറ്റി അറിയുന്നത്? നമ്മുടെ ധർമ്മത്തെ പറ്റി അവർക്ക് എന്താ അറിവുള്ളത്? അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? ഈ നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നില്ല എന്ന കാര്യം ഉറപ്പല്ലേ? ആരുമില്ല. ക്ഷേത്രങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾ നോക്കൂ. അപ്പൊ ക്ഷേത്രങ്ങൾ തകർക്കുന്നത് ഒരു വശത്ത്, ഞാൻ പറയുന്നത് വളരെ സങ്കീർണമാണ് പ്രശ്നങ്ങൾ. പക്ഷെ ഇതിനൊക്കെ പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സമാജം അത്ര അസംഘടിതമൊന്നുമല്ല. നമ്മുടെ സമാജം സുസജ്ജമാണ്, സുസംഘടിതമാണ്. പക്ഷെ അതിൽ ചില ലൂപ്പ് ഹോളുകളൊക്കെ ഉണ്ട്. അതിനെ പരിഹരിക്കാൻ നമുക്ക് പല കൃത്യമായ അല്ലെങ്കിൽ നിർണായകമായ റോളും നിറവേറ്റാനുണ്ട്. ആ റോളുകൾ നാം എപ്രകാരം നിറവേറ്റുന്നുണ്ട്, എൻ്റെ കർത്തവ്യം ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ രാമതീർത്ഥനും ദയാനന്ദനും അരവിന്ദനും ഗാന്ധിയും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ രാഷ്ട്രധർമ്മ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ്. അതിനെ പിന്തുണയ്ക്കാൻ, അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ, ചില പോരാട്ടങ്ങൾ നടത്താൻ. പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ആയുധമെടുത്ത് മാത്രമല്ല ആധുനിക കാലത്തെ പോരാട്ടമെന്ന് നമുക്കറിയാം. സാമ്പത്തികമായി എവിടെ നിൽക്കുന്നു എൻ്റെ സമാജം? ഗുരുദേവൻ പറഞ്ഞു വ്യവസായം കൊണ്ട് അഭിവൃദ്ധി നേടാൻ പറഞ്ഞിരിക്കുന്നു. നമ്മളിൽ എത്ര പേർക്ക് വ്യവസായങ്ങളുണ്ട്? നമ്മുടെ സമാജത്തിന്റെ അവസ്ഥ എന്താ? നമ്മുടെ ചെറുപ്പക്കാർ ഇതിലേക്ക് വരുന്നുണ്ടോ? അതോ എല്ലാവരെയും നാം ഗൾഫിലേക്ക് തള്ളിവിട്ടാൽ മതിയോ? നമ്മളുടെ ഓരോ കുഞ്ഞുങ്ങളെയും നിങ്ങൾ PR എടുത്ത് കാനഡയിലേക്കും ജർമ്മനിയിലേക്കും ഓസ്ട്രേലിയയിലേക്കും കുടിയേറാനാണോ പ്രേരിപ്പിക്കേണ്ടത്? വലിയ വെല്ലുവിളിയാണ് നമ്മുടെ സമൂഹം നേരിടുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗ്രാമങ്ങളിൽ വന്നിട്ടുള്ള ഡെമോഗ്രാഫിക് ആയിട്ടുള്ള മാറ്റങ്ങൾ ഒന്ന് വിലയിരുത്തിയാൽ മതി. എവിടേക്കാണ് എന്താ പറഞ്ഞ വാക്കും ഈ പ്രകൃതി ഒരിക്കലും സമ്മതിക്കാത്ത കാര്യം. ശൂന്യത ഉണ്ടാവില്ല, റീപ്ലേസ്മെന്റുകൾ നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പോയാൽ അവിടേക്ക് മറ്റൊരാൾ വരും, ഒരു തർക്കവുമില്ല. വന്നേ മതിയാവുള്ളൂ, അത് പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങളൊരാൾ വസ്തു വിറ്റ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുമ്പോൾ അല്ലെ, നമ്മുടെയൊക്കെ വീടുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. അടുത്ത തലമുറയിൽ ആരുണ്ട് നമ്മുടെ നാട്ടിൽ? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ വീട്ടിൽ 1 or 2 കുട്ടികളാണുള്ളത്. നമ്മൾ അവരെ എന്താ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? നീ എങ്ങനെയെങ്കിലും അമേരിക്കയിലോ കാനഡയിലേക്കോ പോവാ, നിന്റെ ജീവിതം സുരക്ഷിതമാക്കുക, കഴിഞ്ഞു അല്ലേ? അവിടേക്ക് ആരാണ് കടന്നു വരാൻ പോകുന്നത്? നിങ്ങൾ അവശേഷിപ്പിച്ചു പോകുന്ന ഈ ഭൂമിയുണ്ടല്ലോ, നിങ്ങളുടെ തറവാട് വീടുണ്ടല്ലോ, ആരാണ് അത് ഒക്യുപ്പൈ ചെയ്യാൻ വരുന്നവർ? ഇതിനെന്താണ് നമുക്ക് തടയിടാൻ പറ്റുക? അപ്പൊ ഇത്തരത്തിലുള്ള സങ്കീർണമായ നിരവധി സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവ കൂടി ശ്രദ്ധിക്കൽ, അവയ്ക്ക് കൃത്യമായ പിന്തുണ നൽകൽ, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇത്തരം എന്താ പറയുന്നത് കുത്സിത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കൽ, അതുകൂടി ആധ്യാത്മികതയുടെ പരിധിയിൽ വരണം. അതും ആധ്യാത്മിക പ്രവർത്തനം തന്നെയാണ്. അല്ലാതെ ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്തു, ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും മുമ്പ് പറഞ്ഞതുപോലെ പരമാവധി ഹിമാലയത്തിൽ പോകാം, അല്ലെ കാശിയിൽ പോകാം, അല്ല. നമ്മളുടെ നാട്ടിൽ ചെയ്യാൻ നിരവധി ജോലികൾ നിങ്ങൾക്കുണ്ട്. നിങ്ങളെ കാത്തിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അവ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരം ചെറിയ പ്രശ്നങ്ങളിൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ പോകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ രാമതീർത്ഥനുമായോ നിങ്ങളുടെ കൂട്ടായ്മയുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ചേരുന്നതല്ല എങ്കിൽ സദയം എന്താ പറയുന്നത് ക്ഷമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.